കനത്ത മഴയിൽ തിരുവനന്തപുരം ആറാംകല്ലിൽ ആൽമരം കാറിന് മുകളിൽ കടപുഴകി വീണ് യുവതിക്ക് ദാരുണാന്ത്യം. തൊളിക്കോട് സ്വദേശിനി മോളിയാണ് മരിച്ചത്. അപകടം നിർത്തിയിട്ട കാറിലിരുന്ന് ഭക്ഷണം കഴിക്കവേ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പരിക്കുകളോടെ ആശുപത്രിയിൽ. പേരൂർക്കട ആറാംകല്ലിൽ ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. മോളിയും സുഹൃത്തും ഭക്ഷണം കഴിക്കാനാണ് ആൽമരത്തിന് ചുവട്ടിൽ കാർ നിർത്തിയത്. കാറിലിരുന്ന മോളിക്ക് ഭക്ഷണം വാങ്ങി നൽകിയ ശേഷം സുഹൃത്ത് ഹോട്ടലിലേക്ക് കയറവെയാണ് മരം കടപുഴകി വീണത്. 30 വർഷത്തിലേറെ പഴക്കമുള്ള കൂറ്റൻ ആൽമരം പതിച്ച് കാർ പൂർണ്ണമായും തകർന്നു. നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം തുടങ്ങിയെങ്കിലും കൂറ്റൻ തടിയും ശിഖരങ്ങളും മാറ്റാൻ കഴിഞ്ഞില്ല. പിന്നാലെ എത്തിയ ഫയർഫോഴ്സ് സംഘമാണ് മരം മുറിച്ചു മാറ്റി കാർ വെട്ടിപ്പൊളിച്ച് മോളിയെ പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ മോളിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശിഖരം പതിച്ച് തോളിന് പരിക്കേറ്റ സുഹൃത്തിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവധി ദിനമായതിനാലാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് നാട്ടുകാരും ദൃക്സാക്ഷികളും പറഞ്ഞു. ഈവനിങ് സമയത്ത് എപ്പോഴും അവിടെ ആളുകൾ വന്നിരിക്കും. ഒരു വലിയ ദുരന്തം ഒഴിവായി കിട്ടി. 10-15 മിനിറ്റോളം ഫയർഫോഴ്സ് എത്താൻ ലേറ്റായി. ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് പിന്നെ പടപടാതെ വെട്ടിയെല്ലാം മുറിച്ച് മാറ്റിയത്. അപ്പോൾ ആ ഒരു 15 മിനിറ്റോളം അവരെ ചെസ്റ്റിലാണ്, ആ മരത്തിൻ്റെ അത്രയും വലിയൊരു ശിഖരമല്ലേ, അവരെ ചെസ്റ്റിലാണ് ഇരുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനൊരു പ്രശ്നമാവാൻ കാരണം. കാറിൻ്റെ അടിയിലായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ആരാണ് അതിൻ്റെ അടിയിൽ പെട്ടതെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ഇതുവഴി വന്നപ്പോഴത്തേക്കും കാറ് ഫുള്ള് തീർന്ന അവസ്ഥയിൽ കിടക്കും. പിന്നെ ഈ മരത്തിനെ കുറിച്ച് നമുക്കൊരു ശകലം പോലും ഡൗട്ടില്ല. അതായത് ഇത് ഒരുപാട് പൊക്കമില്ല, പോയിട്ട് എപ്പോഴെങ്കിലും മഴയത്ത് ആ കാറ്റില്ല, ഒരു കവരം പോലും ഒടിഞ്ഞു വീഴുക ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചരിവ ഒന്നുമില്ല. സൈഡിൽ ഇങ്ങനെ സൈഡ് വോൾ കരിങ്കല്ലുകൊണ്ടും കോൺക്രീറ്റ് കൊണ്ടും സൈഡിൽ കെട്ടിയിട്ടുണ്ട്. പ്രദേശത്ത് അപകട ഭീഷണിയായി നിരവധി മരങ്ങളുണ്ടെന്നും ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഇവ മുറിച്ചു മാറ്റണമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.